Dear students, നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററിലെ രണ്ടാമത്തെ വീഡിയോയിലാണ് ഉള്ളത്. ഓക്കെ, കളക്ഷൻ ഓഫ് ഡാറ്റ. ഇതിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കുഞ്ഞു കാര്യങ്ങൾ കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, we have discussed already about the samples and the survey, population and lot of things. Okay, then we are going to the next part of the second chapter, which is census survey and sample survey. You may be hear about the sample survey and the population survey or the census survey and everything. Okay, then we are going to discuss about the sample and the census survey here. Then what is census survey? Please give me an answer. Please think about the census survey and the sample survey. എന്തായിരിക്കും ചിന്തിച്ച് നോക്കിയേ. സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഇവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോവാണ്. ഓക്കെ, അതിന് മുമ്പ് നമുക്കിവിടെ നോക്കാം. ഇവിടെ ഞാൻ ഒരു പിക്ചർ കൊടുത്തത് ആപ്പിളിൻ്റെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ആപ്പിളിൻ്റെ പിക്ചർ കൊടുത്തത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ നിങ്ങളിപ്പം എന്താ പറയുക, ഒരു സ്ട്രീറ്റിൽ പോയിട്ട് ആപ്പിൾ വാങ്ങുകയാണ്. ഉന്തുവണ്ടിയിൽ ഇങ്ങനെ ആപ്പിൾ വെക്കുന്ന ഒരാളുണ്ട്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകൻ വരുന്നു എന്നുള്ള വിവരം കേട്ടപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ പറഞ്ഞയച്ചതാണ്. അപ്പോൾ നിങ്ങൾ പോയപ്പോൾ നല്ല മനോഹരമായ ആപ്പിൾ ഇങ്ങനെ കാണുന്നുണ്ട് വണ്ടിയിൽ. നിങ്ങൾ വില ചോദിക്കുന്നു. വില ചോദിച്ചപ്പോൾ 250 രൂപ 1 കിലോന് പറഞ്ഞു. അടുത്ത നിങ്ങളുടെ സംശയം എന്താ? ഇത് മധുരം ഉണ്ടോ, ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ആയിരിക്കും അല്ലേ. അത് ആപ്പിളാണെങ്കിലും മാംഗോ ആണ് ഒക്കെ ആണെങ്കിലും അല്ലേ. അപ്പോൾ നിങ്ങളത് ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ നിങ്ങളെന്താ ചെയ്യുക? ഓരോ ആപ്പിളും എടുത്തിട്ട് മുറിച്ചിട്ട് നോക്കുമോ, അല്ലെങ്കിൽ ഒരാപ്പിളിൻ്റെ പീസ് കിട്ടുമോ നോക്കുമോ? ഇനി അല്ലെങ്കിൽ മാംഗോ ആണെങ്കിൽ എല്ലാ മാംഗോയുടെയും ടേസ്റ്റ് നോക്കുക, അല്ലെങ്കിൽ ഒരു മാംഗോയുടെ ടേസ്റ്റാണോ നോക്കുക? ഒന്നിൻ്റെതായിരിക്കും അല്ലേ. എല്ലാം തരുമോ നിങ്ങൾക്ക്? ഇല്ല. അപ്പോൾ ഒന്നിൻ്റെ ടേസ്റ്റ് നിങ്ങൾ നോക്കുന്നു, വിച്ച് ഈസ് സാമ്പിൾ അല്ലേ. എന്നിട്ട് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു 100 ആപ്പിൾ ഉണ്ടെന്ന് കരുതുക. ആ 100-ൽ ഒരാപ്പിളാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് ആ ഒരാപ്പിൾ ടേസ്റ്റ് ചെയ്യുന്നു, നല്ല മധുരമുണ്ട്. എന്നിട്ട് നിങ്ങൾ എന്താ പറയുക? അല്ലെങ്കിൽ ഇത് തിന്നോക്കെന്ന് പറയുന്നു കച്ചവടക്കാരെ. എന്നിട്ട് നിങ്ങളോട് എന്താ പറയുക? ഇത് നല്ല മധുരമില്ലേ? എല്ലാ ആപ്പിളും മധുരമുണ്ട്, അതല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞത് മുഴുവൻ ആപ്പിളുകളാണ് അല്ലേ. പക്ഷെ അതൊന്നും ഒരാപ്പിൾ നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ മുഴുവനും ആപ്പിളും മധുരമുണ്ട് എന്ന് നമ്മൾ ധരിക്കുന്നു. ആമേ കറക്റ്റ്? ശരിയല്ലേ? അതാണ് സാമ്പിൾ സ്റ്റഡി എന്ന് പറയുന്നത്. നമ്മൾ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഇത് മാത്രമേ മധുരമുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് മാത്രമേ പഠിക്കുന്നുള്ളൂ, മുഴുവനെക്കുറിച്ചും പറയുന്നില്ല. മുഴുവനെക്കുറിച്ചും പറയുന്നുണ്ടെങ്കിൽ അതൊരു സാമ്പിൾ സ്റ്റഡിയാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ എല്ലാ ആപ്പിളിൻ്റെയും ടേസ്റ്റ് നോക്കിയാൽ അത് സെൻസസ് സർവേ ആണ്. ഒന്നിൻ്റെ ടേസ്റ്റ് നോക്കി എല്ലാത്തിനെയും വിലയിരുത്തിയാൽ അത് സാമ്പിൾ സ്റ്റഡിയാണ്. ക്ലിയർ അല്ലേ? നമുക്കങ്ങനെ പറയാമെന്ന് നോക്കാം. ഓക്കെ, അണ്ടർ ദി സെൻസസ് മെത്തേഡ് വി കളക്ട് ഇൻഫർമേഷൻ ഫ്രം ഈച്ച് ആൻഡ് എവറി യൂണിറ്റ് ഓഫ് പോപ്പുലേഷൻ. ഓർമ്മ ഉണ്ടല്ലോ? പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ അല്ലേ. ഈച്ച് ആൻഡ് എവറി യൂണിറ്റ് ഓഫ് പോപ്പുലേഷൻ റിലേറ്റിംഗ് ടു ദി പ്രോബ്ലം അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ. നമ്മൾ പഠിക്കാൻ തീരുമാനിച്ച പ്രോബ്ലത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിക്കുന്നത് എവരി പേഴ്സണിൽ നിന്നുമാണ് എങ്കിൽ വിച്ച് ഈസ് കോൾഡ് വാട്ട്? സെൻസസ് സർവേ. അതർവൈസ് അണ്ടർ ദി സാമ്പിൾ മെത്തേഡ്, rather than collecting information from all or each and every person, we collect the data from the sample, which is called what? Sample survey, from the few selected items. കുറച്ച് ആളുകളിൽ നിന്ന് നമ്മൾ പഠനം നടത്തുന്നുവെങ്കിൽ which is called what? സാമ്പിൾ സർവേ എന്ന് പറയുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ, ഗുഡ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് സാമ്പിളിങ് എങ്ങനെ സെലക്ട് ചെയ്യാം? നമ്മൾ സാമ്പിൾ സർവേ നടത്തുമ്പോൾ എന്തൊക്കെ ടെക്നിക്കുകളൊക്കെ ഉണ്ട് എന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സാമ്പിളിംഗ് ടെക്നിക്, റാൻഡം സാമ്പിളിംഗ് ആൻഡ് ദി നോൺ റാൻഡം സാമ്പിളിംഗ്. എന്തൊക്കെയാണ്? റാൻഡം സാമ്പിളിംഗ് ആൻഡ് ദി നോൺ റാൻഡം സാമ്പിളിംഗ്. എന്താണ് റാൻഡം സാമ്പിളിംഗ് എന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും നിങ്ങൾക്ക് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ക്ലിയർ ആണല്ലോ? നമ്മൾ ആദ്യം പോകുന്നത് റാൻഡം സാമ്പിളിംഗ് എന്താണ് എന്ന് മനസ്സിലാക്കാനാണ്. എന്തായിരിക്കും റാൻഡം സാമ്പിളിംഗ്? നിങ്ങൾക്ക് അറിയോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. റാൻഡം സാമ്പിളിംഗ് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കേ. റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ സാമ്പിൾ സെലക്ട് ചെയ്യുമ്പോൾ all the unit of the population have the equal chance to being a sample or being selected. എന്താ പറഞ്ഞേ? നിങ്ങളെ ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികളെ കുറിച്ചൊരു പഠനം നടത്താൻ തീരുമാനിക്കുകയും നിങ്ങളുടെ ക്ലാസ്സിൽ നിന്നും ഒരു 20 കുട്ടികളെ സാമ്പിളായിട്ട് തീരുമാനിക്കുമ്പോൾ 60 കുട്ടികൾക്കും സാധ്യത, 60 കുട്ടികൾക്കും ബീങ് ദി ചാൻസ് ഓഫ് ബീയിങ് 20.
ഈ 20-ൽ ഉൾപ്പെടുത്താനുള്ള അവസരം 60 കുട്ടികൾക്കും തരുന്നു. എന്നിട്ട് അതിൽ നിന്നും 20 കുട്ടികളെ സെലക്ട് ചെയ്യുന്നുവെങ്കിൽ വിച്ച് ഈസ് കോൾഡ് വാട്ട്? റാൻഡം സാമ്പിളിംഗ്. ഓക്കെ, നോക്കി. അപ്പം റാൻഡം സാമ്പിളിംഗ് ഈസ് എ ടെക്നിക് of drawing sample from the population in which each and every unit of the population has an equal chance of being included in the sample. കണ്ടോ? Each and every unit of the population has an equal chance of being selected or included in the sample. ഓക്കെ, ക്ലിയർ ആയല്ലോ? ശരിയല്ലേ? അപ്പോൾ റാൻഡം സാമ്പിളിംഗ് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നോൺ റാൻഡം സാമ്പിളിംഗ് എന്തായിരിക്കും നമുക്ക് പിന്നീട് സംസാരിക്കാം. ക്ലിയർ അല്ലേ? അപ്പോൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈച്ച് ആൻഡ് എവറി യൂണിറ്റ് ഓഫ് ദി പോപ്പുലേഷൻ ബീങ് ദി ചാൻസ് ഓഫ് ഓർ ഈക്വൽ ചാൻസ് ഓഫ് ബീങ് സെലക്റ്റഡ്. But again the random sampling we can divide it into simple random sampling and the restricted random sampling. എന്തൊക്കെയാ? സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ആൻഡ് റെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിംഗ്. രണ്ട് വാക്കിൽ തന്നെ അതിൻ്റെ അർത്ഥമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് we are going to the simple random sampling. In this method, sample is taken from the population without making any division or classification of the population. Without making any division or classification of the population. അഥവാ നിങ്ങളുടെ 60 കുട്ടികളെ ഡിവൈഡ് ചെയ്യുകയോ ആണെന്നോ പെണ്ണെന്നോ വേറൊരു അർത്ഥത്തിലും ഡിവൈഡ് ചെയ്യാതെ അതിൽ നിന്നും 20 കുട്ടികളെ സെലക്ട് ചെയ്യുന്നു. അതിനാണ് സ്വാഭാവികമായി ലോട്ടറി മെത്തേഡ്. ഇതൊക്കെ അതിന് ഉദാഹരണമാണ്. അഥവാ 60 കുട്ടികളുടെ പേര് എഴുതിയിട്ട് ഒരു സ്ലിപ്പ്, ആ സ്ലിപ്പിൽ നിന്നും 20 കുട്ടികളെ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ 60 കുട്ടികൾക്കും ഈക്വൽ ചാൻസ് കിട്ടി, 20 കുട്ടികളെ സെലക്ട് ചെയ്തു, വിച്ച് ഈസ് കോൾഡ് റാൻഡം സാമ്പിളിംഗ്, സ്പെഷ്യലി സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഹെൻസ് every unit of the population has an equal chance of being selected in this sample. Simple random sampling may be done either by using lottery method or by a table random numbers. ഉദാഹരണത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ ആളുകൾക്കും നമ്പേഴ്സ് തരുന്നു. 1 to 60 നമ്പേഴ്സ് തരുന്നു. എന്നിട്ട് നമ്മൾ അതിൽ നിന്നും ചില നമ്പേഴ്സ് സെലക്ട് ചെയ്തെടുക്കുന്നു. ആരെയും ഡിവൈഡ് ചെയ്യാതെ എല്ലാവർക്കും ഈക്വൽ ചാൻസ് കൊടുത്തിട്ട് നമ്മൾ എടുക്കുന്നുവെങ്കിൽ വിച്ച് ഈസ് കോൾഡ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. അപ്പോൾ എന്തായിരിക്കും റെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിംഗ്? അപ്പോൾ ഇവിടെ പറഞ്ഞില്ലേ വിത്തൗട്ട് മേക്കിംഗ് എനി ഡിവിഷൻ ഓർ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത് എന്തായിരിക്കും? ക്രിയേറ്റിംഗ്, അല്ലെങ്കിൽ അടുത്തെന്തായിരിക്കും? ഡിവൈഡ് ചെയ്തിട്ടോ ക്ലാസിഫൈ ചെയ്തിട്ടോ നമ്മൾ സെലക്ട് ചെയ്യുന്നുവെങ്കിലായിരിക്കാം അടുത്ത എന്ത് പറ? റെസ്ട്രിക്റ്റഡ് സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതെന്താണെന്ന് നോക്കാം. അപ്പോൾ അടുത്തത് റെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിംഗ്. റെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിംഗ് അതും പലതരമുണ്ട്, 3 തരമുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കിയാൽ, 1 സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, 2 സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, 3 ക്ലസ്റ്റർ സാമ്പിളിംഗ്. എന്തൊക്കെയാ? സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ആൻഡ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിൽ എനിക്ക് തോന്നുന്നു ഒരു പഠിക്കാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ അത് ഇതാണ്. മറ്റൊക്കെ സിമ്പിൾ, ജസ്റ്റ് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അല്ലേ? ഇത് ഭയങ്കര ടഫാണോ? ടഫൊന്നല്ല, പക്ഷെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കണം. വെൻ ദി പോപ്പുലേഷൻ ഈസ് ഹെട്രോജീനിയസ് ആൻഡ് ദി സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് മെത്തേഡ് ഈസ് യൂസ്ഡ്. അപ്പോൾ നോക്കുക, നമുക്ക് തന്നിരിക്കുന്ന പോപ്പുലേഷൻ ഹെട്രോജീനിയസ് എന്ന് പറഞ്ഞാൽ ഒരുപോലെയുള്ളവല്ല. ഹെട്രോജീനിയസ് പറഞ്ഞാൽ വ്യത്യസ്തങ്ങളായ ആളുകളാണുള്ളത്. ഉദാഹരണത്തിന് ഇപ്പോൾ ക്ലാസ്സിൽ ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്, OBC ഉണ്ട്, SC ഉണ്ട്, ST ഉണ്ട്, ജനറൽ ഉണ്ട്, അങ്ങനെ വ്യത്യസ്തമായ കാറ്റഗറിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ടൊരു പഠനമാണ് നടത്തേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഹെട്രോജീനിയസ് ഗ്രൂപ്പാണ് അല്ലേ? ഹെട്രോജീനിയസ് ഗ്രൂപ്പ് ആകുമ്പോൾ അതിൽ നിന്നും ചില കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടി വന്നേക്കാം. അപ്പോൾ നമുക്ക് മേ ബി വി വാണ്ട് ടു യൂസ് ദി സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. അപ്പോൾ നമുക്ക് അണ്ടർ ദിസ് മെത്തേഡ് ദി ഹോൾ പോപ്പുലേഷൻ ഈസ് ഡിവൈഡഡ് ഇൻടു various groups or strata of units such that the units in each class possess the similar characteristics. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ടഫായി തോന്നിയേക്കാം, പക്ഷേ വെരി സിമ്പിൾ. നമ്മൾ ക്ലാസ്സിലെ കുട്ടികളുടെ പെരുമാറ്റത്തെക്കുറിച്ച് പഠിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ജീവിത രീതിയെക്കുറിച്ച് പഠിക്കുന്നു. അപ്പോൾ ജീവിത രീതിയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി 60 കുട്ടികളാണുള്ളത് കരുതുക. അപ്പോൾ 60 കുട്ടികളിൽ നിന്നും ഞാൻ എന്ത് ചെയ്തു? 60 കുട്ടികളുടെ ഒരു ലോട്ട് ഉണ്ടാക്കി അതിൽ നിന്നും 20 കുട്ടികളെ സെലക്ട് ചെയ്തു. 20 കുട്ടികളെ സെലക്ട് ചെയ്തപ്പോൾ നമുക്ക് 20 കുട്ടികളെ കിട്ടിയല്ലോ. സിമ്പിൾ റാൻഡം മെത്തേഡ് അല്ലേ? അതിനെ ലോട്ടറി മെത്തേഡ് എന്ന് പറയുന്നു.
ഇറ്റ്സ് എ സിമ്പിൾ റാൻഡം സാമ്പിളിങ്. ശരിയല്ലേ? അപ്പോൾ ആ 20 കുട്ടികളെ ഞാൻ പോയി പഠിച്ചു. 20 കുട്ടികളെ കുറിച്ച് പഠിച്ചു നോക്കുമ്പോൾ എല്ലാവരും എന്താ പറയുക, നല്ല ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിലാണ് ഉള്ളത്. എല്ലാവരും ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. അപ്പോൾ നമ്മളെന്താണെന്ന് പറയുക, ഹ്യൂമാനിറ്റീസ് ക്ലാസ്സിലെ 100% ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആണ് എന്നല്ല പറയുക. പക്ഷേ ഞാൻ ഈ സെലക്ട് ചെയ്തപ്പോൾ അതിൽ നല്ല സാമ്പത്തികമുള്ള വീട്ടിൽ നിന്നുള്ള കുട്ടികൾ മാത്രമേ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതിലധികം ആൺകുട്ടികളായിരുന്നു, പെൺകുട്ടികൾ കുറവായിരുന്നു. ഇങ്ങനെയൊക്കെ വന്നേക്കാം. അപ്പോൾ നമുക്ക് പഠനം കൃത്യമാവോ? ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് വേണം? കുട്ടികളെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ആൺകുട്ടികളായിട്ടും പെൺകുട്ടികളായിട്ടും ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ആൺകുട്ടികളിൽ നിന്നും 10 എടുക്കുന്നു, പെൺകുട്ടികളിൽ നിന്നും 10 എടുക്കുന്നു. അപ്പോൾ നമുക്ക് പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും. Again we can divide it into SC, ST, OBC, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ക്രൈറ്റീരിയ വെച്ച് നമുക്ക് ഡിഫറെൻറ്റ് സ്ട്രാറ്റ ആയിട്ടോ യൂണിറ്റ് ആയിട്ടോ ഡിവൈഡ് ചെയ്തിട്ട് അതിൽ നിന്നും പ്രൊപ്പോർഷൻ അനുസരിച്ച് നമ്പേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അങ്ങനെ ഈക്വൽ ചാൻസ് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ കാറ്റഗറി തിരിച്ചിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് എങ്കിൽ അതിനെ സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആയല്ലോ? വെരി സിമ്പിളാണ്. പ്രത്യേകിച്ച് എന്താ പറയുക, അങ്ങനെ ഡൗട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആൻഡ് സെക്കൻഡ് വൺ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയും. അപ്പോൾ സിസ്റ്റമാറ്റിക് റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എളുപ്പത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നൊരു വഴികളാണ്. ഓക്കെ, അപ്പോൾ ഉദാഹരണത്തിന് ആളുകളെ പലതായി തരംതിരിക്കുന്നു. ഇനി തരംതിരിക്കാതെയാണെങ്കിലും നമ്മൾ അവർക്ക് നമ്പേഴ്സ് കൊടുക്കുന്നു. നമ്പേഴ്സ് കൊടുത്തിട്ട് നമ്മളൊരു ഈക്വൽ സ്പേസ് വെച്ചിട്ട് നമ്പേഴ്സ് സെലക്ട് ചെയ്യും. ഉദാഹരണത്തിന് 5, 10, 15, 20, 25 ഒന്നുമില്ല, അങ്ങനെ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ 5, 15, 25, 35 അങ്ങനെ നമ്മൾ നമ്പർ ഇങ്ങനെ നോക്കിയിട്ട് സെലക്ട് ചെയ്യുന്നു. അപ്പം അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ചിലൂടെ നമ്മൾ സെലക്ഷൻ നടത്തുന്നുവെങ്കിൽ എല്ലാവർക്കും സാധ്യതയുണ്ട്, ചാൻസ് ഉണ്ട്. പക്ഷേ ഈ നമ്പേഴ്സിൽ നിന്നുള്ള ആളുകൾക്കാണ് സെലക്ട് ചെയ്യപ്പെടുക. അങ്ങനെ സെലക്ട് ചെയ്യുന്ന സിസ്റ്റത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് എത്ര നമ്പർ കിട്ടണം, എത്ര എന്താ പറയുക സാമ്പിൾസ് ഉണ്ടാവണം, എത്ര ഗ്രൂപ്പ് ഉണ്ട് എന്നൊക്കെ അനുസരിച്ച് അതിനെ സിസ്റ്റമാറ്റിക്കായിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈ പേര് വന്നിരിക്കുന്നത്. ആൻഡ് ദി തേർഡ് വൺ എന്ന് പറയുന്നത് ക്ലസ്റ്റർ സാമ്പിളിംഗ്. ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്നത് ലാർജ് നമ്പർ ഓഫ് പോപ്പുലേഷൻ അണ്ടർ സ്റ്റഡി. ഒരുപാട് ആളുകളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ടെങ്കിൽ നമ്മളതിനെ ക്ലസ്റ്റർ സാമ്പിളിംഗ് ആണ് ഉപയോഗിക്കുക. ദിസ് ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ക്യാരിഡ് സെവറൽ സ്റ്റേജസ്. വ്യത്യസ്ത സ്റ്റേജുകളായിട്ടാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ക്ലസ്റ്ററിങ് സാമ്പിളിംഗ് സർവീസ് ഉണ്ടാവുക. അഥവാ ലാർജ് നമ്പേഴ്സ് ഓഫ് പോപ്പുലേഷൻ ഉണ്ടാകുമ്പോഴാണ്. ഉദാഹരണത്തിന് നമുക്ക് നോക്കാം. സപ്പോസ് വി ആർ സ്റ്റഡിങ് ദി എംപ്ലോയ്മെൻറ്റ് ഓഫ് ഹൗസ് ഹോൾഡ്സ് ഇൻ കേരള. കേരളത്തിലുള്ള എന്താ പറയുക തൊഴിലാളികളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നതെന്ന് കരുതുക. ഇൻ ദി ഫസ്റ്റ് സ്റ്റേജ് വി ക്യാൻ ഡിവൈഡ് ഇറ്റ് കേരള ഇൻറ്റു 3. കേരളത്തെ നമ്മൾ 3ആയിട്ട് തരംതിരിക്കുന്നത്. ഒന്ന് തെക്കൻ കേരളം, മധ്യ കേരളം ആൻഡ് നോർത്ത് വടക്കൻ കേരളം. ഇങ്ങനെ 3ആയിട്ട് തരംതിരിക്കുന്നു. ഓക്കെ, എന്നിട്ടോ അതിൽ നിന്ന് തെക്കൻ കേരളത്തെ അഗൈൻ വി ക്യാൻ ഡിവൈഡ് ഇൻറ്റു ഡിഫറെൻറ്റ് ഡിസ്ട്രിക്ട്. വിവിധ ഡിസ്ട്രിക്റ്റുകളായി തരംതിരിക്കുക. ആ ഡിസ്ട്രിക്റ്റിൽ തന്നെ വിവിധ ഏരിയകളായിട്ട് തരംതിരിക്കുക. ആ ഏരിയയിൽ വിവിധ പഞ്ചായത്തിൽ നിന്നും ലിമിറ്റഡ് നമ്പേഴ്സ് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്നൊക്കെ നമ്മൾ ആവശ്യത്തിന് ഡാറ്റ എടുക്കുന്നു. എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് നമുക്ക് ഡാറ്റ എടുക്കാൻ പറ്റുമോ? ഇല്ല. ഉദാഹരണത്തിന് നമുക്കറിയാം എക്സിറ്റ് പോളുകൾ നമുക്കറിയാം ഇലക്ഷൻ വരുന്നതിന് മുമ്പ് റിസൾട്ട് വന്നു അല്ലേ? എക്സിറ്റ് പോൾ റിസൾട്ടുകൾ വന്നില്ലേ? എന്നോട് നിങ്ങളോടൊക്കെ ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല. പക്ഷേ എക്സിറ്റ് പോൾ ഏകദേശം കറക്റ്റ് ആവുകയും ചെയ്തിട്ടില്ലേ? അപ്പോൾ സാമ്പിൾസ് ആണ്. എങ്ങനെയാണ്? ഓരോ ഏരിയയിൽ നിന്നും, ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ വിവിധമായ ഏരിയകളിൽ നിന്നും തരംതിരിച്ചിട്ട് കുറച്ച് ആളുകളിൽ നിന്നും ചോദിച്ചിട്ട് അവർ തന്ന ഡാറ്റ വെച്ചിട്ട് ടോട്ടൽ വിലയിരുത്തിയിട്ടാണ് പറയുന്നത്. അതുപോലെ ഡിഫറെൻറ്റ് സ്റ്റേജുകളായിട്ട് തരംതിരിക്കുന്നു. ഓക്കെ, ഡിവൈഡ് ഇൻറ്റു ഡിസ്ട്രിക്റ്റ് ആയിട്ടും വിവിധ ഏരിയകളായിട്ടും തരംതിരിച്ച് അതിൽ നിന്നും ആളുകളെ സെലക്ട് ചെയ്ത് ആ സെലക്ട് ചെയ്യുന്ന ആളുകളോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ടോട്ടൽ നമ്മൾ വിലയിരുത്തുന്നതിനെയാണ് എന്താ പറയുക ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതിന് വേറൊരു പേര് കൂടി പറയുന്നുണ്ട്, മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് എന്ന് കൂടി പറയുന്നുണ്ട്. അപ്പോൾ ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്നത് ലാർജ് പോപ്പുലേഷൻ ഉണ്ടെങ്കിലാണ് സാധ്യമാവുന്നത്. ഡിഫറെൻറ്റ് സ്റ്റേജസ് ആയിട്ടാണ് ഇതിനെ റാൻഡംലി സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് എന്നുകൂടി പറയുന്നുണ്ട്. ഓക്കെ, ഇത് സിമ്പിളാണ്. നമുക്ക് അടുത്തതിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മൾ റാൻഡം സാമ്പിളിംഗ് രണ്ടെണ്ണം പറഞ്ഞില്ലേ? ഒന്ന് സിമ്പിൾ റാൻഡം, മറ്റൊന്ന് റെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിംഗ്. Restricted random sampling again we divide into 3: stratified random sampling and the systematic random sampling and cluster random sampling. And the other one is the non-random sampling. എന്തായിരിക്കും non-random sampling? Each and every unit of population hasn't get equal chance of being selection. ഉദാഹരണത്തിന്
എഗെയിൻ നിങ്ങളുടെ ക്ലാസ്സിനെ കുറിച്ച് പഠനം നടത്തുന്നു, 20 കുട്ടികളെ സെലക്ട് ചെയ്യണം. ഞാനിങ്ങനെ പറഞ്ഞു, നീ വാ, നീ എഴുന്നേൽക്ക്, നിങ്ങൾ വാ, ഇങ്ങനെ പറഞ്ഞിട്ട് 20 ആളെ ഞാൻ സെലക്ട് ചെയ്താൽ എല്ലാവർക്കും അവസരം കിട്ടിയോ? ഇല്ല. അപ്പം അങ്ങനെ എല്ലാവർക്കും അവസരമില്ലാതെ ഇൻവെസ്റ്റിഗേറ്ററുടെയോ എന്യൂമറേറ്ററുടെയോ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനാണ് നോൺ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയാം. ക്ലിയർ ആയല്ലോ? മെത്തേഡ് ഓഫ് സാമ്പിളിംഗ്, ദി ഇൻവെസ്റ്റിഗേറ്റർ ഹിംസെൽഫ് മേക്ക് ദി ചോയ്സ് ഓഫ് ദി സാമ്പിൾ ഫ്രം ദി പോപ്പുലേഷൻ അക്കോർഡിംഗ് ടു ഹിസ് ഓൺ ഡിസ്ക്രിഷൻ. അഥവാ എൻ്റെ സ്വന്തം ഡിസ്ക്രിഷണൽ പവർ, എൻ്റെ സ്വന്തം താല്പര്യം അനുസരിച്ച് ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഹാവ് ആൻ ഈക്വൽ ചാൻസ്. അപ്പോൾ പോപ്പുലേഷൻ ഡു നോട്ട്, അപ്പോൾ ദി പോപ്പുലേഷൻ ഓർ ഈച്ച് യൂണിറ്റ് ഓഫ് ദി പോപ്പുലേഷൻ ഡു നോട്ട് ടു ഹാവ് ആൻ ഈക്വൽ ചാൻസ് ഓഫ് ബീയിങ് സെലക്റ്റഡ്. ടു നോട്ട് ഹാവ് ആൻ ഈക്വൽ ചാൻസ്, അതാണ് പ്രധാനം. ക്ലിയർ ആയല്ലോ? ഇപ്പോൾ റാൻഡം സാമ്പിളിംഗ് കഴിഞ്ഞു, നോൺ റാൻഡം സാമ്പിളിംഗ് കഴിഞ്ഞു. ഇനി സാമ്പിളിംഗ് എറേഴ്സ് ആൻഡ് നോൺ സാമ്പിളിംഗ് എറേഴ്സ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. സാമ്പിളിംഗ് എറേഴ്സ് ആൻഡ് നോൺ സാമ്പിളിംഗ് എറേഴ്സ്. ഒരു ചോദ്യം ഉറപ്പിച്ചു നിങ്ങൾ. ക്ലിയർ ആയല്ലോ? എന്താണെന്ന് മനസ്സിലാക്കുക. വാട്ട് ഈസ് സാമ്പിളിംഗ് എറേഴ്സ്? സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ വെച്ച് പറയാം. ഓക്കെ, നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ അധ്യാപകൻ വരുന്നതെന്ന് കേട്ടു. നിങ്ങൾ ഉടനെ മാർക്കറ്റിൽ പോയി ആപ്പിൾ വാങ്ങണം. നിങ്ങളൊരു ആപ്പിളിൻ്റെ പീസ് എടുത്ത് ടേസ്റ്റ് ചെയ്തു, നല്ല മധുരം. നിങ്ങൾ പറഞ്ഞു 1 കിലോ ആപ്പിൾ വരട്ടെ. അങ്ങനെ 1 കിലോ ആപ്പിളുമായി നിങ്ങൾ വീട്ടിലെത്തിയിട്ട് അധ്യാപകൻ വരുന്നതിന് മുന്നേ അതിങ്ങനെ മുറിച്ചിടുന്നതാണ്. മുറിച്ചിടുമ്പോൾ നിങ്ങൾ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വായിൽ വെച്ച് കടിച്ചതും മധുരമില്ല, പുളിയാണ്. അപ്പോൾ സാമ്പിൾ വാല്യൂ മധുരമുണ്ട്, ആക്ച്വൽ വാല്യൂ മധുരമില്ല. ദർ ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾ വാല്യൂ ആൻഡ് ദി ആക്ച്വൽ വാല്യൂ വിച്ച് ഈസ് കോൾഡ് വാട്ട്? സാമ്പിളിംഗ് എറർ. എന്താണ് സാമ്പിളിംഗ് എറർ? ക്ലിയർ അല്ലേ? ഹൗ ക്യാൻ വി റെഡ്യൂസ് ദി സാമ്പിളിംഗ് എറർ? നിങ്ങൾ നേരത്തെ ഒരാപ്പിളിന് പകരം 2 or 3 ആപ്പിളിൻ്റെ ടേസ്റ്റ് നോക്കിയിരുന്നുവെങ്കിൽ സാമ്പിളിംഗ് എറർ കുറക്കാമായിരുന്നു അല്ലേ? നിങ്ങൾ നോക്കിയ ആപ്പിളിന് മധുരമുണ്ട്, ഇപ്പോൾ നിങ്ങൾ തിന്ന ആപ്പിളിന് മധുരമില്ല. അപ്പോൾ എല്ലാ ആപ്പിളിനും എന്ത് മധുരം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇതുപോലെ നമ്മൾ 10 കുട്ടികളെ കുറിച്ച് പഠിക്കുന്നു. 10 കുട്ടികളും മൊബൈൽ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ പറയുന്നു ക്ലാസ്സിലെ 60 കുട്ടികളും മൊബൈൽ ഉപയോഗിക്കുന്നവരാണ് എന്ന് നമ്മൾ ഒരു അനുമാനത്തിലെത്തുന്നു. സത്യത്തിൽ 60 കുട്ടികൾ ഉപയോഗിക്കുന്നില്ല, കുറച്ച് കുട്ടികൾ ഉപയോഗിക്കാത്തവരുണ്ട്. ഇപ്പോൾ സാമ്പിൾ വാല്യൂ മുഴുവൻ കുട്ടികളും മൊബൈൽ ഉപയോഗിക്കുന്നവർ, ആക്ച്വൽ വാല്യൂ 10 കുട്ടികൾ മാത്രം മൊബൈൽ ഉപയോഗിക്കുന്നില്ല, ബാക്കി 50 കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്. ആ രണ്ടും തമ്മിലുള്ള വ്യത്യാസത്തെ നമ്മൾ എന്ത് പറയുന്നു? സാമ്പിളിംഗ് എറർ എന്ന് പറയുന്നു. അപ്പോൾ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ വാല്യൂ ആൻഡ് ദി സാമ്പിൾ വാല്യൂ ഈസ് കോൾഡ് വാട്ട്? സാമ്പിളിംഗ് എറർ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഹൗ ക്യാൻ വി റെഡ്യൂസ് ദി സാമ്പിളിംഗ് എറർ? വി ക്യാൻ റെഡ്യൂസ് ദി സാമ്പിളിംഗ് എറർ ബൈ ഇൻക്രീസിങ് ദി നമ്പർ ഓഫ് സാമ്പിളിംഗ്. 10 കുട്ടികളെ കുറിച്ച് പഠിക്കുന്നതിന് പകരം 40 കുട്ടികളെ കുറിച്ച് പഠിച്ചു, അല്ലെങ്കിൽ 30 കുട്ടികളെ കുറിച്ച് പഠിച്ചു. അങ്ങനെ പഠനം കൂട്ടുമ്പോൾ, നമ്പേഴ്സ് ഓഫ് ദി സാമ്പിളിംഗ് കൂട്ടുമ്പോൾ സാമ്പിളിംഗ് എറർ വിൽ റെഡ്യൂസ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ വാട്ട് ഈസ് ദി നോൺ സാമ്പിളിംഗ് എറർ? നോൺ സാമ്പിളിംഗ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when we collect the data or analyzing the data or interpretation of the data of the presentation of the data during this process or this time, we may have problems, we may have errors which is called what? നോൺ സാമ്പിളിംഗ് എറർ. ഉദാഹരണത്തിന് ഞാൻ നിങ്ങളോട് പേര് ചോദിച്ചു, നിങ്ങളുടെ വയസ്സ് ചോദിച്ചു. അപ്പോൾ എന്നോട് നിങ്ങൾ പറഞ്ഞു 40. നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ എത്ര പറഞ്ഞതെന്ന്? ഞാനിപ്പോൾ പറയുന്നു വയസ്സ് 40. അപ്പോൾ നിങ്ങൾ എഴുതി 40 എന്ന്. പക്ഷെ ഞാൻ പറഞ്ഞത് 14, ഉദ്ദേശിച്ചത് 14. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ കേട്ടതിലൊരു ചെറിയ തെറ്റ് വന്നു. അപ്പോൾ ഞാൻ 14 എന്നതിന് പകരം 14 എന്ന് പറഞ്ഞപ്പോൾ 14 ഉദ്ദേശിച്ചത്. പക്ഷെ നിങ്ങൾ കേട്ടത് 40. നിങ്ങൾ 40 എഴുതി. അപ്പോൾ അവിടെ ഒരു എറർ സംഭവിച്ചില്ലേ? ഈ എറർ നോൺ സാമ്പിളിംഗ് എററാണ്. ഇനി നിങ്ങളൊരു പേപ്പറിൽ ഡാറ്റയൊക്കെ ഇങ്ങനെ എഴുതി, നിങ്ങൾ മാറ്റി എഴുതുമ്പോൾ എഴുതിയത് 4ന് പകരം 9 ആയിപ്പോയി എഴുതിയത്. അപ്പോൾ നിങ്ങൾ 9 അവിടെ എഴുതുക. അപ്പോൾ അവിടെ ഒരു തെറ്റ് പറ്റിയില്ലേ? ഇറ്റ്സ് എ നോൺ സാമ്പിളിംഗ് എറർ. അപ്പോൾ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുമ്പോഴോ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോഴോ പ്രസൻറ്റ് ചെയ്യുമ്പോഴോ എഴുതി വെക്കുമ്പോഴോ ഇങ്ങനെ സമയത്ത് സംഭവിക്കുന്ന എറേഴ്സിനെ നമ്മൾ എന്ത് പറയുന്നു? നോൺ സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറയുന്നു. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതിൽ ഏതൊക്കെ വരാം? സാമ്പിളിംഗ് ബയാസ് വരാം, നോൺ റെസ്പോൺസ് എറേഴ്സ് വരാം, എറേഴ്സ് ഇൻ ഡാറ്റ അക്വിസിഷൻ വരാം. അപ്പോൾ വിച്ച് അഫക്റ്റ് ദി ഫൈനൽ റിസൾട്ട്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഫൈനൽ റിസൾട്ടിനെ ബാധിക്കും. സോ ദിസ് ഈസ് മോർ സീരിയസ് ദാൻ സാമ്പിളിംഗ് എറർ. അപ്പോൾ നോൺ സാമ്പിളിംഗ് എറേഴ്സ് ഈസ് മോർ സീരിയസ് ദാൻ സാമ്പിളിംഗ് എറേഴ്സ്. Okay, sampling errors can be reduced by increasing the number of sampling. Sampling errors can be minimized by increasing the number. Clear ആയല്ലോ? ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇമ്പോർട്ടൻറ്റ് നാഷണൽ ഏജൻസീസ് ദാറ്റ് കളക്ട് ദി സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ.
ഓക്കെ, നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല, അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ നമ്മളൊന്ന് കൊടുത്തു എന്ന് മാത്രം. NSSO എന്താ? നാഷണൽ സാമ്പിളിംഗ് സർവേ ഓർഗനൈസേഷൻ. അടുത്തത് RGI, രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ. ആൻഡ് ദെൻ DGCIS, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് കൊമേഴ്ഷ്യൽ ആൻഡ് ഇൻ്റലിജൻസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ആൻഡ് ദെൻ ദി ലേബർ ബ്യൂറോസ്. ഇങ്ങനെ ഒരുപാട് എന്താ പറയുക സ്റ്റാറ്റിക്കൽ ഏജൻസീസ്. അപ്പോൾ NSSO, RGI ഇതൊക്കെ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ വിസ ആപ്പിലൂടെ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. പിന്നെ ഇതിൽ പറയാത്തൊരു കാര്യം എന്ന് പറയുന്നത്, അപ്പോൾ ഇന്ത്യയിൽ ഓരോ 10 വർഷം കൂടുമ്പോഴാണ് ഈ സെൻസസ് എടുക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് 1881 ഇന്ത്യയിൽ എന്താ പറയുക ഔദ്യോഗികമായ സെൻസസ് ആദ്യമായി നടപ്പിലാക്കിയതൊക്കെ സ്വതന്ത്ര ഇന്ത്യയിൽ, അഥവാ സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യയിൽ എപ്പോഴായിരിക്കും ആദ്യമായി സെൻസസ് എടുത്തിട്ടുണ്ടാകുക? 1947 സ്വാതന്ത്ര്യം കിട്ടുന്ന ഇന്ത്യയിൽ പിന്നെ എപ്പോഴായിരിക്കും? 1951. ഓക്കെ, 1951. ഒന്നുകൂടി 1881, രണ്ടാമത്തത് 1951. 51. ക്ലിയർ ആയല്ലോ? അപ്പം ഇത് 2 കാര്യങ്ങൾ കൂടി ഓർക്കുക. മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിലുണ്ടാകും. എനിവേ ഏതായാലും നിങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇതിന് മുമ്പെടുത്ത ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. മറ്റുള്ള കുട്ടികൾക്ക് കൂടി ഇത് അറിയിച്ചു കൊടുക്കുക, എത്തിച്ചു കൊടുക്കുക. നന്നായി പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക. താങ്ക് യു വെരി മച്ച്.